ഹലോ 7284 തരൂ. ഹലോ, കോണ്ടിനെന്റൽ എക്സ്പോർട്സ് അല്ലേ? പ്രൊപ്പറേറ്റർ മിസ്റ്റർ വിനയേന്ദ്രൻ ഒന്ന് കിട്ടുമോ? നോക്കട്ടെ, പ്ലീസ് ഹോൾഡ് ഓൺ. മിസ്റ്റർ വിനയേന്ദ്രൻ. ശ്രീധരൻ, കുറച്ച് ദൂരത്തുനിന്ന് വരിക. നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരണം. അല്ല, ബിസിനസ്സുകാരുമില്ല, എല്ലാം നേരി പറയാം. അതെ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ അശ്വതിയുടെ ഒരു ബന്ധുവാ. ഹലോ ഹലോ ഹലോ. ഹലോ, കോണ്ടിനെന്റൽ എക്സ്പോർട്ടേഴ്സ്. യെസ്. പുറത്തു പോയോ? അത് ശരി. വീട്ടിൽ പോയാണോ? അറിയില്ല. ഇല്ല, വീട്ടിൽ സന്ദർശകരെ അനുവദിക്കാറില്ല. ഞാൻ സന്ദർശകനല്ല, അയാളെ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞേക്ക്. ആരാ? കോണ്ടിനെന്റൽ എക്സ്പോർട്സിന്റെ മുതലാളിയുടെ വീടല്ലേ? അതെ. അദ്ദേഹത്തെ ഒന്ന് കാണുമല്ലോ. മുതലാളി സ്ഥലത്തില്ല. ഉണ്ട്, എനിക്കറിയാം. ഉണ്ടെ തന്നെ ഇപ്പൊ കാണാൻ പറ്റില്ല. ഹലോ, ഞാൻ പ്രൊപ്പറേറ്റർ വിനയേന്ദ്രന്റെ കൂടെ പഠിച്ച ആളാ. സണ്ണി മാത്യു എന്ന മുഴുവൻ പേര്. എനിക്ക് വിനയേന്ദ്രൻ ഒന്ന് കാണുമല്ലോ. പി എ കോണ്ടാക്ട് ചെയ്യൂ. പി എവിടെ? ഇതാ ഇവിടെ. ഓ, യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? വിനയനില്ലേ? ഞങ്ങൾ ഹൈസ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാ. നേരിട്ട് കണ്ടിട്ട് ഒരുപാട് വർഷമായി. എന്റെ പേര് സണ്ണി. ഒന്ന് കാണുമല്ലോ. MD തിരക്കിലാണല്ലോ. ഞാനും തിരക്കില്ല. എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് കയറിയതാ. 5 മിനിറ്റ് കൂടുതൽ എനിക്കും വയ്യ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഓ, സാറിന്റെ ക്ലാസ്മേറ്റ് വൺ മിസ്റ്റർ സണ്ണി മാത്യൂസ്. ഹി വാണ്ട്സ് ടു മീറ്റ് യു. ഹി ഈസ് ഓൺ ഹിസ് വേ ടു എയർപോർട്ട്. യെസ് യെസ്, ഇൻ ഹൈസ്കൂൾ. യെസ് സർ. പ്ലീസ് കം. എടാ, നിന്നെ ഒന്ന് കാണാൻ എന്റെ കുടുംബചരിത്രം വരെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. എന്തൊരു മാറ്റമാണ് നീ മാറിയിരിക്കുന്നേ. പഠിച്ചോണ്ടിരുന്ന കാലത്ത് നീ ആയിരുന്നു ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടി. കണക്ക് മാസ്റ്റർ ചൂരിലെടുത്ത് കഴിഞ്ഞാൽ മൂത്രമൊഴിക്കുന്ന ആ പഴയ വിനയേന്ദ്രനാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറയാലോ, ഞാൻ എപ്പോഴും നിന്നെ ഓർക്കാറുണ്ട്. അന്നൊക്കെ നിനക്ക് എന്നോട് ഇഷ്ടായിരുന്നു. സണ്ണി എന്ന് വിളിച്ചോണ്ട് പുറകെ നടക്കും. എത്ര പെട്ടെന്നാ കൊല്ലങ്ങൾ കടന്നു പോയതല്ലേ. നീ എന്നെ ഓർക്കാറുണ്ടോ? സണ്ണി ഏത് ക്ലാസ്സിലാണ് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നത്? അപ്പൊ ഒന്നും നിനക്ക് ഓർമ്മയില്ലേ? എനിക്കറിയാം, പലതും മറക്കുന്നവനാ നീ. എന്നെക്കാ വേണ്ടപ്പെട്ട എത്ര പേരെ നീ മറന്നിരിക്കുന്നു. എല്ലാം ഓർപ്പിക്കാനാ ഞാൻ വന്നത്. സണ്ണി എന്ന പേരിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചിരുന്നത്? അടിച്ചതിന്റെ തലമണ്ടയെ ഉടയ്ക്കും. സണ്ണിയെ നീ ഓർക്കുന്നില്ല അല്ലേ? ആരും അകത്തേക്ക് വരാതിരിക്കാനാ. ഇനി ഓർത്ത് നോക്ക്, എവിടെയെങ്കിലും വെച്ച് ഈ മുഖം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഡോർ ലോക്ക് ചെയ്തത്? അത് തുറക്കൂ. നീ വലിയ ആളാണെന്നറിയാം. ഫോണിൽ കിട്ടണമെങ്കിൽ മുഹൂർത്തം നോക്കണം, നേരിലൊന്ന് കാണണമെങ്കിൽ ജാതകം നോക്കണം. നീ ആരാ, ജയ്പൂർ സുൽത്താനോ അതോ അക്ബർ ചക്രവർത്തിയോ? നിങ്ങൾ ആരാണ്? ഞാൻ ശ്രീധരനാ. ഫോണിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തപ്പോ നീ ഫോൺ കട്ട് ചെയ്തു. അതോടെ ഞാനങ്ങ് പോയിക്കോളൂ നീ കരുതിയല്ലേ? അങ്ങനെ പോകാൻ വന്നവനല്ല ശ്രീധരൻ. അശ്വതി എന്റെ കുഞ്ഞമ്മാവന്റെ മോളാ. ഒന്നും അറിയാത്തൊരു പാവം പെൺകുട്ടിയെ ചതിച്ചിട്ട് നീ ഇങ്ങനെ മാന്യമായിട്ട് സൂഹിക്കാമെന്ന് കരുതിയല്ലേ? ആരെയാ നീ വിളിക്കുന്നത്? നിന്റെ കിങ്കരന്മാരെയോ? ഒരുത്തരും വരില്ലടാ. വന്നാ തന്നെ നിനക്കറിയോ, ഒരുപാട് കൊല്ലം ഇരുമ്പ് പിടിച്ച് തഴമ്പിച്ച കൈയാണത്. Get out from here.
കഴിഞ്ഞു. ഇനിയും ആവാം, ഇഷ്ടം പോലെ ആവാം. എനിക്ക് നിങ്ങളെ തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലായില്ലേ? അശ്വതിയോടുള്ള ഇഷ്ടം കൊണ്ടാവും നിങ്ങൾ എന്നെ തല്ലിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് ദേഷ്യമില്ല. നിങ്ങളെക്കാൾ ഒരുപക്ഷെ ലോകത്തുള്ള മറ്റാരെക്കാളും അശ്വതിയെ സ്നേഹിക്കുന്നവനാണ് ഞാൻ. ഞങ്ങൾ തമ്മിൽ എങ്ങനെ അടുത്തു, എങ്ങനെ അകന്നു എന്നതിനെ പറ്റി കുറച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുമല്ലോ. അശ്വതിയുമായി പിരിഞ്ഞതിന് ശേഷം പുതിയ പ്രതീക്ഷകളും ആവേശവും ഒക്കെയായി ഞാൻ ഇവിടേക്ക് വന്നു. ഫാക്ടറി ആകെ താറുമാറായി കിടക്കുകയായിരുന്നു. അനാവശ്യമായ തൊഴിലാളി സമരങ്ങൾ എനിക്ക് താങ്ങാവുന്നതിലേറെയായി. പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്താൻ ശ്രമിച്ചത് സത്യമാണ്. അതിനു പകരമായി തൊഴിലാളികൾ എനിക്ക് തന്നതാണ് ഈ സമ്മാനം. ദുഃഖവും പ്രയാസവും ഒന്നുമില്ലാത്ത ഒരു ലോകമായിരുന്നു അശ്വതി ആഗ്രഹിച്ചിരുന്നത്. ഈ സ്ഥിതിയിൽ എനിക്കത് കൊടുക്കാൻ കഴിയുമായിരുന്നെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്റെ ന്യായങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. എന്നോടൊത്തുള്ള ജീവിതം അവളെ വേദനിപ്പിക്കുകയുള്ളൂ. ക്രൂരമായി കത്തുകൾ എഴുതി എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അവളെ അകറ്റി. വെറുക്കുന്നുണ്ടല്ല, സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് കിട്ടിയേക്കാവുന്ന നല്ലൊരു ജീവിതത്തിന് ഒരു വിലങ്ങുതടിയാവേണ്ടെന്ന് ഞാൻ കരുതി. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. വിനയം വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല അശ്വതി. ആ കുട്ടി ഒന്നും മറന്നിട്ടില്ല. വിനയൻ അവളെ മനസ്സിലാകാഞ്ഞിട്ടാ. അവളെന്റെ കുഞ്ഞമ്മ.